കടുത്ത വിഭാഗീയത തുടരുന്ന സീറോ മലബാർ സഭ എറണാകുളം അങ്കമാലി അതിരൂപതയിലെ തർക്കങ്ങൾ പരിഹാരമില്ലാതെ തുടരുന്നതിന് എന്തെങ്കിലും കാരണമുണ്ടെങ്കിൽ അത് വിമത വൈദികരുടെയും വിമത കൂട്ടായ്മയുടെയും കടുംപിടുത്തം തന്നെയാണ്. വത്തിക്കാനെയും മാർപ്പാപ്പയെ അംഗീകരിക്കില്ല എന്ന് മാത്രമല്ല, കുർബാന പോലും സ്വന്തം ഇഷ്ടപ്രകാരം നടത്തുമെന്ന പിടിവാശിയിലാണ് ഇവർ. വത്തിക്കാൻ അംഗീകരിക്കാത്തവർ സഭയ്ക്ക് പുറത്തു പോകട്ടെ എന്ന് സീറോ മലബാറിൻ്റെ വിശ്വാസികൾ പറയുമ്പോൾ അതും അവർ അംഗീകരിക്കുന്നില്ല, കേൾക്കുന്നില്ല. ഏകീകൃത കുർബാന പാടില്ല, പകരം ജനാഭിമുഖ കുർബാന തന്നെ വേണമെന്ന തർക്കം ഇപ്പോൾ കടുത്ത നടപടികളിലേക്ക് കടന്നിരിക്കുന്നു. എറണാകുളം അതിരൂപതയിലെ 4 വൈദികരെയാണ് അപ്പോസ്തലിക് അഡ്മിനിസ്ട്രേറ്റർ മാർ ബോസ്കോ പുതൂർ ബിഷപ്പ് സസ്പെൻഡ് ചെയ്തത്. ഇപ്പോൾ അതിരൂപതയുടെ അപ്പോസ്തലിക് അഡ്മിനിസ്ട്രേറ്റർ ഫാദർ ബോസ്കോ പുതൂർ നിലപാടുകളും നടപടികളും കടുപ്പിക്കുകയാണ്. കുരിയയുടെ പിന്തുണ കൂടിയായതോടെ ഇടവകകളിൽ നിയമങ്ങളും കർശനമാക്കി. കഴിഞ്ഞ 1 മാസമായി അപ്പോസ്തലിക് അഡ്മിനിസ്ട്രേറ്ററുടെ സർക്കുലർ പ്രകാരം ഇടവകയിലോ സഭാവക സ്ഥാപനങ്ങളിലോ സഭാവിരുദ്ധ പ്രവർത്തനങ്ങളോ അനുമതിയില്ലാതെയുള്ള യോഗം ചേരലോ ഒന്നും നടത്താൻ സാധ്യമല്ല. ഇത്തരം പ്രവർത്തനങ്ങൾ പാടില്ലെന്ന് കാട്ടി അഡ്മിനിസ്ട്രേറ്റർ നേരിട്ട് കത്ത് നൽകിയിട്ടും അത് ലംഘിച്ച വൈദികർ ഇപ്പോൾ വത്തിക്കാൻ്റെ കടുത്ത നടപടി നേരിടുന്നു. 4 വൈദികരെ ഇടവകയിൽ നിന്നും ആഴ്ചകൾക്ക് മുമ്പ് പുറത്താക്കി. കുർബാന തർക്കത്തെ തുടർന്ന് ഏറെക്കാലമായി അടച്ചിട്ടിരിക്കുന്ന സെൻറ് മേരീസ് ബസിലിക്കയിലെ അഡ്മിനിസ്ട്രേറ്ററായിരുന്ന ഫാദർ വർഗീസ് മണവാളൻ, ഫാദർ ജോഷി, ഫാദർ തോമസ് വാളുക്കാരൻ, ഫാദർ ബെന്നി പാലാട്ടി ഇവർക്കെതിരെയാണ് ഇപ്പോൾ ഏറ്റവും പുതിയ നടപടി. വിമത പ്രവർത്തനത്തിന്റെ പേരിലാണ് നടപടി സ്വീകരിച്ചിരിക്കുന്നത്. എറണാകുളം ബസിലിക്കയിലെ അഡ്മിനിസ്ട്രേറ്ററായിരുന്ന ഫാദർ വർഗീസ് മണവാളിനെ പ്രീസ്റ്റ് ഹോമിലേക്ക് മാറാനാണ് നിർദ്ദേശം നൽകിയത്. നടപടികൾ ഇനിയും കടുപ്പിക്കാനാണ് എറണാകുളം രൂപതയുടെ തീരുമാനം. സഭയെ ധിക്കരിക്കുന്നവർ വിശ്വാസത്തെ വെല്ലുവിളിക്കുന്നതാണ് രൂപതയുടെ നിലപാട്. അതുകൊണ്ട് തന്നെ പുറത്താക്കപ്പെടുന്ന വിമത വൈദികർ ഒരു കാരണവശാലും പരസ്യ കുർബാന അർപ്പിക്കാനോ ശുശ്രൂഷകളിൽ പങ്കെടുക്കാനോ ഒന്നും പാടില്ലെന്ന വിലക്കും ഇപ്പോൾ നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ചുരുക്കത്തിൽ ഇവർ പേരിന് മാത്രമേ വൈദികർ എന്നറിയപ്പെടുകയുള്ളൂ. വത്തിക്കാൻ്റെ എക്സ്കമ്മ്യൂണിക്കേഷൻ നടപടികളിൽ തീർപ്പാക്കാൻ കുറഞ്ഞത് 10 വർഷമെങ്കിലും എടുക്കും. അതുവരെ ഇവർ വെറും വൈദികരെ തന്നെ തുടരും.